എന്താ മോനെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അമ്മ നമുക്ക് കുറച്ച് പൊറോട്ട ഉണ്ടാക്കാം. വൈകുന്നേരത്തിനായില്ലേ? നമ്മുടെ ആൾക്കാര് കുറവ് ദിവസം നമ്മുടെ പൊറോട്ട വീഡിയോ ചോദിക്കണേ. അപ്പൊ നമ്മ അന്ന് പൊറോട്ട ഉണ്ടാക്കിയില്ല ചേട്ടൻ. അപ്പൊ അത് കണ്ടപ്പോ പൊറോട്ട ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചു. അപ്പൊ നമുക്കിന്ന് ഞാൻ മൈദയൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. ആ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നേരത്തെ കാലത്ത് ചെയ്യാം. തുടങ്ങാം നമുക്ക്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് നല്ല സിമ്പിളായിട്ട് സോഫ്റ്റ് ലെയർ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അത് നമ്മൾ ആദ്യം മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒരു പാത്രത്തിൽ കൊട്ടി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര. മധുരം കുറച്ച് കൂടുതൽ നിൽക്കണം. അതായത് പൊറോട്ടയ്ക്ക് പറയുമ്പോൾ ഒരു ഉപ്പും ആ മധുരമൊക്കെ ഒരു ഈക്വലി നിന്നാലാണ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം കുറച്ച് ഉപ്പ് പോലെ തന്നെ ഈക്വലി ഇടാൻ ശ്രമിക്കുക. ഉപ്പ്, ഉപ്പ്, പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ ഒരു ഗ്ലാസ് പാല്. പാല് ചേർക്കണം എന്നുള്ളത് ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ചേർത്താൽ ഒന്നും ടേസ്റ്റ് കൂടും. മാവൊന്നുകൂടി നല്ല അടിപൊളിയായി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ടാവും. പാല് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഏകദേശം ഒരു കിലോ മൈദൻ്റെ കണക്കാണ് കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ മൈദയ്ക്ക് ഏകദേശം ഒരു കോഴിമുട്ട ആ ഒരു കണക്കിൽ എടുത്താൽ മതി. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. മാവൊക്കെ ഒരുവിധം കുഴച്ച് ഒരുവിധം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിൾ മേലെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് നല്ലപോലെ കുഴച്ച് സെറ്റാക്കാം. ശരിക്കും ഇതിൻ്റെ പ്രധാനം പറഞ്ഞാൽ കുഴക്കലാണ്. മാവ് എത്രത്തോളം വൃത്തിയായി കുഴക്കണോ അതിനനുസരിച്ച് പൊറോട്ട നല്ല സോഫ്റ്റും പക്കയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ കൈൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മിക്സായി കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആയിക്കോട്ടെ നല്ല മിക്സായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. മാവ് സോഫ്റ്റായി അടിപൊളി നല്ല മിക്സായി കിട്ടും. നമ്മൾ ശരിക്കും കുഴക്കല്ലാണ് പൊറോട്ടൻ്റെ എല്ലാം ഇരിക്കുന്നത്. അടിക്കുമ്പോൾ ഒന്നും വിചാരിക്കണ്ട, നല്ല മാവ് നല്ല പതവായി വരും. നീ കണ്ടറിയും. എന്താ മാവ് നല്ല സോഫ്റ്റായി പക്കയായി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ വീട്ടിൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു മെത്തേഡിൽ ശരിക്കും അതിനേക്കാളും ഒന്നും സോഫ്റ്റ് ആയാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഈ കുഴക്കലാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നല്ല പതവായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. മേലെയും താഴെയും ഓയിൽ തേച്ചിട്ട് ഈ പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ പാത്രം വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ മേലിട്ട് കൊടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പം ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് മാവ് എന്തായി നോക്കാം. മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉണ്ട പിടിച്ച് വയ്ക്കാം.
നമുക്ക് ഉണ്ട അങ്ങനെയാണ് പിടിക്കേണ്ടത്. നമ്മുടെ തള്ളവരലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നല്ല ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ട് പൊറോട്ട ബോൾ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ ബോളും ഇതേപോലെ ഉണ്ട പിടിച്ച് വയ്ക്കാം. നമുക്ക് ഈ ഒരു ബോളിൽ 2 പൊറോട്ട വെച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ബോളൊക്കെ പിടിച്ച് കഴിഞ്ഞു. നമ്മളിനി എല്ലാ ബോളിലും ഒന്ന് എണ്ണ തടവിയിട്ട് പാത്രത്തിൽ വയ്ക്കാം. പിന്നെ നമ്മളിതിന് ഉപയോഗിക്കുന്നത് പാം ഓയിലാണ്. അത് രുചി കൊണ്ടാണ്. അപ്പോൾ ചോദിക്കും സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചുകൂടെയും ചോദിക്കും. പക്ഷേ പൊറോട്ടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പാം ഓയിലാണ്. പാം ഓയിലാണ് ഏറ്റവും പെർഫെക്ഷനായിട്ട് പൊറോട്ട കിട്ടുക. സൺഫ്ലവർ ഓയിലും കിട്ടാതില്ല, പക്ഷേ സൺഫ്ലവറിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് പാം ഓയിൽ കിട്ടും. അതുകൊണ്ടാണ് പാം ഓയിൽ ഉപയോഗിക്കുന്നത്, വേറെ കൊണ്ടല്ല. നമ്മളിനി വേഗം വീശാനും വേഗം പരത്താൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബോളിനൊന്ന് അങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത്. എല്ലാ ബോളും വേണ്ട, തുടങ്ങാൻ വേണ്ടി ഒരു 3-4 ബോൾ നമുക്ക് വേഗം വീശാൻ കിട്ടും. അതിനുവേണ്ടി വെച്ചു. ഇത് നമുക്ക് അരമണിക്കൂർ കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റിംഗ് ആണ് ഇതിൻ്റെ പ്രധാനം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീശാൻ തുടങ്ങാം. അപ്പോൾ അരമണിക്കൂർ വേണ്ടിയാണ്. നമ്മൾ പരത്തുമ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ പരത്തുക. സൈഡ് ഭാഗമാണെങ്കിലും നൈസായി പരത്തണം. അല്ലെങ്കിൽ നമ്മൾ വീശുന്ന സമയത്ത് സൈഡ് ഭാഗം കനം കൂടി പോകും. നമ്മൾ സെൻറ്റർ ഭാഗം നല്ലോണം പരത്തിയിട്ട് സൈഡ് നൈസായില്ലെങ്കിൽ നമ്മൾ പൊറോട്ടൻ്റെ സൈഡ് ഭാഗം കനം കൂടും. അത് നമ്മൾ തിന്നുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നൈസായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ പരത്താൻ നോക്കുക. എന്നിട്ട് വീശ അറിയാത്തവർ കോലി കൊണ്ട് തന്നെ നൈസായി പരത്തുക, അറിയുന്നവർ വീശ. വീശി കൊടുക്കുക. എന്നിട്ട് ഇത് എണ്ണ വന്നിട്ട് നമുക്ക് പകുതി ഓയിലും പകുതി ഡാൽഡയും കൂടി മിക്സ് ചെയ്തതാണ്. അതായത് അതൊരു 50 ഗ്രാം ഓയിലാണെങ്കിൽ ഒരു 50 ഗ്രാം ഡാൽഡ ഈക്വലായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴാണ് പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എണ്ണ ഒഴിച്ച് കൊടുത്തു, പൊടിയിട്ട് കൊടുത്തു, എല്ലായിടത്തും തേച്ച് കൊടുക്കുക. കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ബോളും ഇതേപോലെ വീശിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബോളും വീശി ചുറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ചുടാൻ പോകുന്ന നമ്മൾ ചെറിയ പൊറോട്ടയാണ് കേട്ടോ, മീഡിയം പൊറോട്ടയാണ്. നമുക്ക് ചുട്ടു കൊടുക്കാം. പൊറോട്ടയ്ക്ക് നല്ലപോലെ മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര നല്ലപോലെ മധുരം ഇടുമ്പോൾ പൊറോട്ടയ്ക്ക് നല്ല കളർ കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. നല്ലൊരു കളർ കിട്ടുന്നതല്ലേ, നല്ല ഗോൾഡൻ കളർ കിട്ടും. പിന്നെ പൊറോട്ട എപ്പോഴും നല്ല മൊരിച്ചെടുക്കണം. അപ്പോഴാണ് കഴിക്കാൻ ക്രിസ്പിനെസ് കിട്ടും, പ്ലസ് ഉള്ളൊക്കെ നല്ലപോലെ വേവുകയും ചെയ്യുള്ളൂ. ഏകദേശം സെറ്റായി.
സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയായി. നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലേ. നല്ല അടിച്ച അടിപൊളി പൊറോട്ട കിട്ടി. ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള നല്ല ലെയറിലുള്ള പൊറോട്ട കിട്ടും. നമുക്ക് കഴിക്കാൻ തന്നെ അടിപൊളിയായിരിക്കും. ഒരു പൊറോട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവസാനം വരെ ലെയർ കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ പൊറോട്ട ഉണ്ടാക്കാം. ഫുള്ള് ലെയർ കിട്ടും. അപ്പോൾ അത്രയും വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇനി വീശാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കോലും കൊണ്ടുതന്നെ നല്ലപോലെ നൈസായി പരത്തിയിട്ട് ഈ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ പോയി പൊറോട്ടയും ചിക്കനും കൂടി പിടിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.